അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഹോട്ടൽ സ്റ്റൈൽ ചോലെ പൂരിയാണ്. ഇതെങ്ങനെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത്. വേഗം മൂക്കാടുള്ള കറിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് എൻ്റെ വരെ കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട്. എന്നാൽ അപ്പോൾ അത് ഫുള്ള് മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് കാണാം വീഡിയോ. ഈ കറി ഉണ്ടാക്കാൻ രാത്രി തന്നെ ഞാൻ ഈ മൂക്കടല വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അത് നല്ല പൊതിർന്നിട്ടുണ്ട്. അത് കഴുകി ഞാൻ ഒരു കുക്കറിൽ ഇട്ട് 1 സ്പൂൺ ഉപ്പ് ഇട്ടുങ്ങാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കപ്പിന് ഞാൻ 3 കപ്പ് മൈദയാണ് ഇവിടെ എടുക്കുന്നത് പൂരിക്കും വേണ്ടിയിട്ടാണ്. പിന്നെ 3 കപ്പ് മൈദയും 1 കപ്പ് റവയും കൂടിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ആക്കുന്നത്. ഞാൻ അതിൽ 1 സ്പൂണ് ഉപ്പും 1/2 സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ലൈറ്റായിട്ട് ചൂടായാൽ മതി. നമുക്കിത് കുഴയ്ക്കാം. ഞാൻ ഇതിന് 2 സ്പൂൺ എണ്ണ ഒഴിച്ചുകൊണ്ട് ഇതിൻ്റെ മേലെ തേച്ചുകൊണ്ട് ഒരു പാത്രം മൂടിയിട്ട് വെക്കണം കുറച്ച് നേരം. ഒരു 1/2 അവർ നമ്മളെപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 അവർ മുന്നേ ഇത് കുഴച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണ തേച്ചിടണം കേട്ടോ. ഒരു 1/2 അവർ മുന്നേ ഒരു മൂടിപ്പാത്രം എടുത്തിട്ട് മൂടിയിട്ടാക്കാം. നമ്മൾ ഈ കടല വന്നിട്ടുണ്ട്. ഇതിന്ന് ഒരു കയ്യിലെടുത്തുകൊണ്ട് അത് അരച്ച് വെക്കട്ടെ. ഇതിലേക്ക് വേണ്ടിയ മസാല നോക്കുക. 2 ഉള്ളിയും 4 പച്ചമുളക് 3 തക്കാളിയും കൂടി അരച്ച് വെക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് ഇതിൽ കുറച്ച് ജീരകം, വലിയ പെരിഞ്ജീരകം കുറച്ചെടുത്താൽ മതി. പിന്നെ ഒരു പട്ടയും 2 പട്ട, 2 കറാമ്പും 1 ഏലക്കും കൂടിയാണ് ഞാൻ അതിൽ കിട്ടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റും. ഇതൊക്കെ ഒന്ന് നല്ല കൂടി മസാല നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ വാസനയൊക്കെ ഒന്ന് നല്ല ഇഞ്ചിപ്പൂണ്ടിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഈ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തക്കാളിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഗരം മസാല 1 സ്പൂണും ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് നല്ല മണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് പച്ചമണം പോവില്ല. അതുകൊണ്ട് നമുക്ക് ഈ മണം പോകാനും വേണ്ടി കുറച്ച് വെള്ളം മിക്സാക്കി കൊടുക്കണം. അതിലേക്ക് ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് മാറിക്കിട്ടും. ഒന്ന് നല്ല ഇളക്കി അതിൻ്റെ സ്മെല്ല് പോണ വരെ ഒന്ന് നല്ല തിളക്കട്ടെ ഈ മസാല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സ്മെല്ല് തക്കാളിൻ്റെ സ്മെല്ല് പോകുവാനായിട്ട് ഞാൻ കുറച്ചും കൂടി കടലക്കറീൻ്റെ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇതിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കട്ടെ. ഇനി കടല ഇട്ടതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കസ്തൂരി മേത്തി ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ല സ്മെല്ലായിരിക്കും ഇതിൽ ഈ കറിയിലേക്ക്. നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ ആ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ല മിക്സാക്കി കണ്ട് നല്ല ഒന്ന് വേകട്ടെ. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാരയും 1 സ്പൂണ് ഉപ്പും ഇട്ടിട്ടുണ്ട്. നമ്മൾ കടല വേവിച്ചതിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു.
പിന്നെ ഇതിന് ആവശ്യത്തിനുണ്ട് ഉപ്പിടുങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഈ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പൂരി ചുടാണ്ടത് സ്ലാബ് ഒന്ന് തുടച്ചിങ്ങനെ നമുക്ക് പൂരി പരത്തി കൊടുക്കുക. എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പത്ത്. കണ്ടില്ല, നല്ല പൊന്തി കിട്ടുട്ടാ. നമ്മൾ ഈ ചുടുവെള്ളം വേവിച്ചങ്ങാണ്ട് കുറച്ച് നേരം പുതർത്തുന്നത് നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല പൊന്തിയും കിട്ടും. ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഇതിലൊന്ന് അമർത്തി കൊടുത്താൽ നല്ല പൊന്തി കിട്ടും. ഇത് ഓരോന്ന് വേണം കേട്ടോ ഇട്ടുങ്ങാണ്ട് എടുക്കാൻ പൂരി. ഇത് അമർത്തി കൊടുക്കുമ്പോഴേ പൊന്തുള്ളൂ. രണ്ടെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ അമർന്നു പോകും. കണ്ടില്ല നിങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കണ മാതിരി പൂരി. അത് ടേസ്റ്റും അത്ര തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ, ഈ കറിയും ഈ പൂരിയും കൂടി. അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെറിയ ചെറിയ ടിപ്സൊക്കെ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരച്ചിടുന്നത് കൊണ്ട് തിക്നെസ് ഉണ്ടാവും കറി, നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിൻ്റെ ചേനൻ്റെ കറീൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിരിക്കും. നിങ്ങൾ ഇതേമാതിരി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇതേപോലെ നിങ്ങളെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ഒരു റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.